ഹായ് ഫ്രണ്ട്സ്, ഞാനിത് ഒരു BS6 വണ്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രണ്ട് തരം ആൾക്കാർക്കാണ് ഉപകാരപ്പെടുന്നത്. ഒന്ന് BS6 വണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്കും, പിന്നെ രണ്ട് ഇത് OBD എന്ന് പറയുന്ന സാധനം എന്താണെന്നും ഇതിൻ്റെ ബേസിക്കായിട്ട് ഇത് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് അറിയണം എന്നാഗ്രഹമുള്ള ആൾക്കാർക്കും ഈ വീഡിയോ കാണാം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതായത് നമ്മുടെ അടുത്തൊരു BS6 വണ്ടി വന്നു. BS6 വണ്ടി വന്നു കഴിയുമ്പോൾ ഇങ്ങനൊരു ലൈറ്റ് കത്തിക്കിടപ്പണമെന്ന് വിചാരിക്കുക. അപ്പോൾ കസ്റ്റമറാണേലും കസ്റ്റമറായിട്ടുള്ള നിങ്ങൾക്ക് ചിലപ്പോൾ ഇതെന്താണെന്ന് അറിയത്തില്ലായിരിക്കും. മെക്കാനിക്കലായിട്ടുള്ളവർക്കും ചിലപ്പോൾ അറിയത്തില്ല. ഈ ഒരു OBD വെച്ച് കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ എന്താണ് ഈ സാധനം കത്തി കിടക്കുന്നതിൻ്റെ കാര്യം നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ നമ്മുടെ അഭിലാഷം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ നമ്പർ എടുത്ത് പുള്ളിയുടെ നിന്ന് ഈ OBD മേടിച്ച് കൈ വെച്ചിട്ട് എങ്ങനെ ഇത് കണക്ട് ചെയ്യണമെന്നോ എങ്ങനെ ഇത് ഉപയോഗിക്കണമെന്നോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്. അതെനിക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ അവരെന്നെ വിളിച്ചിരുന്നു എങ്ങനെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതി ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ എൻ്റെ അടുത്തൊരു നേരിട്ട് വരട്ടെ പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചു. ദൂരെയുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞു, ബ്രോ ഒരു കാര്യം ചെയ്യാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ഒരു വണ്ടി എനിക്കൊരു ഇതുപോലെ ലൈറ്റ് കത്തിരി വണ്ടി കിട്ടിയാൽ എങ്ങനെയാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത് ഞങ്ങൾക്കൊരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് പറഞ്ഞു. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇതിനെപ്പറ്റി ഭയങ്കര പുലികളായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ എന്തെങ്കിലും തെറ്റോ പൊട്ടത്തരമാണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളത് എനിക്ക് പറഞ്ഞു തരിക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് ഒന്ന് രണ്ട് കൂട്ടുകാരുണ്ട്, അവർക്കറിയാവുന്ന അറിവുകൾ അവരെനിക്ക് പറഞ്ഞു തരും. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ അവർക്കും പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാനിത് വീഡിയോ ചെയ്യുവാണ്. എന്തെങ്കിലും തെറ്റോ കുറ്റോ ആണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഗൈസ്, ഈ വണ്ടിയുടെ ഇപ്പം നിലവിൽ ലൈറ്റ് കത്തി കിടക്കുകയാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. അപ്പോൾ ഇതെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത്, ഇതിപ്പം ഈ രണ്ട് പീസ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 21 സോക്കറ്റിലാണ്. ഇൻ്റർവർക്കിൻ്റെ ഇതാണ് കപ്ലർ വരുന്നത്. അകത്ത് 6 പിന്ന് വരെ. നമുക്കിത് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നോക്കിയെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. 6 പിന്നുള്ള കപ്ലർ. എൻ്റർവർക്ക് R15 ഹോണ്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ വണ്ടികൾക്കുള്ളതാണ്. ഇത് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്ത് കൊടുത്ത് ചാവി ഓണാക്കുമ്പോൾ തന്നെ ഇതുണ്ടോ OBD ഓണായി വരും. OBD കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു പേജാണ് ഓപ്പണായി വരുന്നത്. നമുക്കിപ്പോൾ ഇതിനകത്ത് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കത്തി കിടക്കുക ലൈറ്റ് എന്തിനാണ് കത്തി കിടക്കുന്നത് അറിയണം. അതിന് വേണ്ടി ഇത് OBD എന്നുള്ളത് വേറെ ഒന്നും നോക്കണ്ട. OBD എന്നുള്ളത് നമ്മളിത് ഇവിടെ ഇങ്ങനെ ഓക്കെ അടിച്ച് കൊടുക്കുക. ഓക്കെ അടിച്ച് കൊടുത്ത് എന്തെങ്കിലും റീഡ് DTC ക്ലിയർ DTC എന്നുകൊണ്ട് കാണിക്കും. ഇനി അത് വേറെ ഉണ്ട്, അതൊന്നും നോക്കണ്ട. സിമ്പിളായിട്ട് ആ റീഡ് DTC ഒന്നുകൂടെ ഓക്കെ അടിച്ച് കൊടുക്കുക. അന്നേരം ഇപ്പോൾ ഇതിങ്ങനെ പ്രോസസ്സിങ് നടക്കും. പ്രോസസ്സിങ് നടന്ന് കഴിയുമ്പോഴത്തേക്കിനും അതിനകത്ത് അതിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് എഴുതി കാണിക്കും. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. കണ്ടോ ഗൈസ്, ഇതിനകത്ത് HO2S ഹീറ്റർ കൺട്രോൾ സർക്യൂട്ട് ലോ ബാങ്ക് 1 സെൻസർ 1 എന്നാണ്. അതായത് ഹീറ്റർ സെൻസർ കംപ്ലയിൻ്റ് ആണെന്നാണ് ഇതിനകത്ത് എഴുതി കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് ഞാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ സാധനം ഈ ഹീറ്റർ സെൻസർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ഈ P0031 എന്ന് കാണിച്ചേക്കുന്നുണ്ടോ, അതാണ് ഇതിൻ്റെ ഫോൾട്ടിംഗ് കോഡ് എന്ന് പറയുന്ന സാധനം. ആ ഫോൾട്ടിംഗ് കോഡ്, ആ കോഡ് നമുക്ക് ഗൂഗിളിൽ അടിച്ച് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പണം സഹിതം എന്താണെന്നുള്ളത് കാണിച്ചു തരും. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ? അതിനുവേണ്ടി ഗൈസ് നിങ്ങളുടെ ഫോണിൽ കാണാമോ പോയി, നിങ്ങളുടെ ഫോണിനകത്ത് ഇതിനകത്ത് ഗൂഗിൾ എടുക്കുക. അതിൻ്റെ മുകളിൽ ഫോൾട്ടിംഗ് കോഡ് FALT ഫോൾട്ട് ഫോൾട്ട് കോഡ്, പിന്നെ ഈ കാണിച്ച ഈ നമ്പർ P0031 അതിൻ്റെ കൂടത്തിൽ MLAYLAM മലയാളം എന്നും കൂടെ അടിച്ചിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെ മലയാളത്തിൽ എഴുതി കാണിക്കും. സീമോൾ എടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഹീറ്റിംഗ് സർക്കിൾ, ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു, ഇതിനെക്കുറിച്ച് ലളിതമായ വിവരം താഴെ നൽകുന്നു, അങ്ങനെ ഇത് കണ്ടോ. ഇതൊന്നും മൊത്തം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് വായിച്ചാൽ മതി. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ, എന്തൊക്കെയായാലും പ്രശ്നങ്ങളുള്ളത്, ഇതെല്ലാം ഇതിനകത്ത് എഴുതി കാണിക്കും. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, ഇതെന്താ സാധനം എന്നുള്ളത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ മുകളിൽ ഇമേജസ് ഉണ്ട്. ആ ഇമേജസ് എന്നുള്ള ഭാഗത്ത് ഞെക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ആ സെൻസർ ഏതാണെന്നുള്ളതിൻ്റെ ഫോട്ടോസ് വരെ ഇതിനകത്ത് കാണിക്കും. ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലാത്ത ആൾക്കാർക്ക് സിമ്പിളായിട്ട് ഇതിനകത്ത് നോക്കിയാൽ. അതുപോലെ നിങ്ങൾ ഇത് മാത്രമല്ല, ഏത് ഫോൾട്ട് കോഡ് കാണിച്ചാലും ആ കോഡ്, ഈ ഫോൾട്ട് കോഡ് എന്നെ പറഞ്ഞാൽ ആ കാണിച്ച കോഡും അതിൻ്റെ കൂട്ടത്തിൽ മലയാളം ഒന്ന് ചുമ്മാ അടിച്ച് ഗൂഗിൾ അടിച്ചിട്ട് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണും. അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഫോൾട്ട് കോഡ്, ഹീറ്റർ സെൻസർ, അത് കംപ്ലയിൻ്റ് ആണ്. ആ കംപ്ലയിൻറ്റ് മാറിയാൽ ഈ ലൈറ്റ് കിട്ടും. അതിൽ ഈ വണ്ടിയുടെ ഹീറ്റിംഗ് സെൻസറാണ് കംപ്ലയിൻറ്റ്. ഞാനിപ്പം അതിൻ്റെ ഈ വീഡിയോയിൽ എടുത്തില്ല എന്നുള്ള ഹീറ്റിംഗ് സെൻസർ മാറ്റിയിട്ടുണ്ട്. ഹീറ്റിംഗ് സെൻസർ മാറ്റിയിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേജിൽ കിടക്കുമ്പോൾ നമ്മളിത് ബാക്ക് അടിച്ചു. അടുത്തത് നമുക്കിപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ കംപ്ലയിൻറ്റ് വണ്ടിയുടെ മാറ്റി, ഹീറ്റിംഗ് സെൻസർ മാറ്റി. അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ആ കത്തി കിടക്കുന്ന ലൈറ്റ് കെടുത്തണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ നമ്മൾ മുമ്പേ നോക്കിയ റീഡ് DTC എന്നുള്ളതിൻ്റെ ഇപ്പുറത്തോട്ട് ക്ലിയർ DTC, അതിനുവേണ്ടി നമ്മൾ വലത്തോട്ട് ഞാൻ ഞെക്കിയിട്ട് ക്ലിയർ DTC കൊടുക്കുക. അപ്പോൾ അവർ ചോദിക്കും ട്രബിൾ കോഡ് ഡിലീറ്റ് ആക്കി കളയട്ടാന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഓക്കെ കൊടുക്കുക. ഒന്നുകൂടെ കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്, ഒന്നുകൂടെ കൊടുക്കുക. ഇപ്പോൾ എറേസിങ് ഡണ്, ലൈറ്റ് പോയി, കണ്ടോ, ലൈറ്റ് പോയി.
ഇത്രേ ഉള്ളൂ കേസ്. അതായത് നമ്മൾ വണ്ടി ഈ സാധനം കണക്ട് ചെയ്തു, നമ്മുടെ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ചു, നമ്മളത് ക്ലിയർ ചെയ്തു, ഈ സാധനം ഡിലീറ്റ് ആക്കി, കംപ്ലയിൻറ്റ് കഴിഞ്ഞ് നമുക്ക് വണ്ടി കസ്റ്റമറിന് കൊടുത്തു വിടാം. ഈ OBD ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ സാധനം കംപ്ലയിൻറ്റ് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കാനും പറ്റും, നമുക്ക് കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ബേസിക്കായിട്ട് എനിക്ക് ഇത്ര ഇപ്പോൾ എൻ്റെ അടുത്ത് വരാമെന്ന് ചോദിച്ചില്ലേ, അവരോട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇത്രയൊക്കെ എനിക്കും അറിയത്തുള്ളൂ. ഇതിനെപ്പറ്റി അഗാധമായിട്ടൊന്നും എനിക്കറിയത്തില്ല. ഞാനും ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചു തന്നേക്കുന്നത്. പിന്നെ ഈ OBD കിങ് എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് മറ്റേ ബാറ്ററി കണക്ട് ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ട്. അതിൻ്റെ ആ വീഡിയോ ഞാൻ വഴിയേ ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇത് ഈ OBD സ്കാനർ വേണ്ടവർക്ക് ഓറിയന്റൽ എന്റർപ്രൈസിലെ അഭിലാഷ് എന്ന് പറഞ്ഞ ചേട്ടൻ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ചാൽ മതി. പുള്ളിയായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി അതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം പറയും. നമ്മുടെ വീഡിയോസ് കണ്ടിട്ടാണ് വിളിക്കുന്നത് പറഞ്ഞാൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും തരുന്നതായിരിക്കും. ഓൺലൈനിൽ കിട്ടുന്നതിനേക്കാളും വില കുറച്ചായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അടുത്തൊരു മെക്കാനിക്കൽ വീഡിയോ കാണാം. എൻ്റെ നമ്പർ ചോദിക്കുന്നവർക്ക് ഞാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ മാക്സിമം ഈ കോൾ ചെയ്യുന്നൊന്ന് ഒഴിവാക്കുക. എല്ലാവരും എനിക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ എനിക്ക് വോയിസ് അയക്കോ, നിങ്ങളുടെ കംപ്ലയിൻറ്റ് ഏതാ വെച്ചാൽ ഫോട്ടോ എടുത്ത് അയക്കുക. അത് ചെയ്താൽ ഞാൻ സമയം പോലെ ഞാൻ റിപ്ലൈ തന്നുള്ള. പണിക്കിടയിൽ കോൾ കാരണം എനിക്ക് പണി നടക്കുന്നതിൽ ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഒത്തിരി പേര് എനിക്ക് പരാതി പറഞ്ഞത് ഞാൻ ഫോൺ എടുക്കുന്നില്ല. പണിതുകൊണ്ടിരിക്കുക, ഒരു വള്ളിക്കെട്ട് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൾ എടുക്കിച്ച് നടക്കുകയില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ വൈകുന്നേരം 7 മണിക്ക് ഒരു 10 മണിക്ക് ഇടയ്ക്കായിട്ട് എന്നെ വിളിച്ച് ഞാൻ എടുത്തോളാം. മാക്സിമം മെസ്സേജ് അയക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു മെക്കാനിക്കൽ വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.